ഈ ആനത്തല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ചോദ്യം അതാണ്. രണ്ട് പ്രധാനമായിട്ടും ഇത്രയും വലിയ ഭാരമുള്ള അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഒരു ഭഗവാൻ അദ്ദേഹം സഞ്ചരിക്കുന്നത് കേവലം ഒരു എലിയുടെ പുറത്താണ്, മൂഷികന്റെ പുറത്താണ്. ഇതിലൊക്കെ എന്ത് അടിസ്ഥാനമാണുള്ളത് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. കുട്ടികളോടെ ചോദിക്കുക, നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. നമ്മുടെ കുഞ്ഞു മക്കളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും അതിന് ഉത്തരം കിട്ടാത്തത് നമ്മുടെ ധർമ്മത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പല സ്ഥലത്തും ഇല്ലാത്തതാണ്. എനിക്ക് കൊല്ലത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു അഭിമാന ബോധം, കൊല്ലം അതിനൊക്കെ ഒരുപാട് ശ്രമിക്കുന്ന ഒരു നാടാണ്. പള്ളിക്കാവ് അടുത്താണ്, ഇത്രയും ആധ്യാത്മിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികൾക്ക് പല ആളുകൾക്കും അറിയില്ല എന്താണ് ഈ ആനയുടെ തല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ എലി വാഹനമായിട്ട് ഭഗവാനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മക്കളെ, നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങൾ ധൈര്യമായിട്ട് ഉത്തരം പറയുക, ഹിന്ദു ധർമ്മത്തിൽ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ഒരു കഥയും വെറുതെ പറഞ്ഞിട്ടില്ല. കഥ മാത്രമായിട്ട് പറഞ്ഞു പോയ ഒന്നും ഇവിടെ. എല്ലാ കഥകൾക്കും എല്ലാ രൂപങ്ങൾക്കും പുറകിൽ ഒരു തത്വം കൂടെ നമ്മുടെ ഗുരുജനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും അങ്ങനെ ചെയ്യേണ്ടത്. വെറും പുറംമൂടി മാത്രം നോക്കി കാണാതെ അതിനകത്തുള്ള അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതാനായിട്ട് ഗുരുവായൂരെത്തിയത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള മാതൃദത്തൻ ചിറ്റൂർ തുഞ്ചൻ മഠത്തിലുള്ള എഴുത്തച്ഛനെ കണ്ടിട്ട് എന്റെ അനുജന്റെ വാദമൊക്കെ മാറാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് അറിയാം, മീൻ തൊട്ട് കൂട്ടും എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ എഴുത്തച്ഛനെ ചീത്ത പറഞ്ഞു. ഗുരുവായൂർ ചെന്ന് ഭട്ടതിരിയോട് പറഞ്ഞു, ഒരിക്കലും തന്നോട് പറയാൻ പറ്റാത്തൊരു കാര്യം ആ അധമൻ പറഞ്ഞു, തന്നോട് മീൻ കൂട്ടാൻ. പക്ഷെ അദ്ദേഹം മഹാത്മാവായതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള അന്തസത്ത തിരിച്ചറിഞ്ഞ് മത്സ്യം തൊട്ട് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് കേൾപ്പിച്ചു. അതാണ് നമ്മുടെ പാരമ്പര്യം. ഒന്നും വെറുതെ കേൾക്കുക എന്നുള്ളതല്ല, അതിനകത്തുള്ളതെന്തോ ആ കാമ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഗണപതി ഭഗവാന്റെ തല ആനയുടെ തലയാക്കി വെച്ചതിന് മുന്നിൽ കൃത്യമായിട്ടുള്ള തത്വമുണ്ട്. അത് വിശേഷ ബുദ്ധിയാണ് കാണിക്കുന്നത്. ബുദ്ധിയുടെ പ്രതീകമാണ് ഭഗവാന്റെ ആനതല. അതുപോലെ തന്നെ ഭഗവാൻ നിർവികാരനാണ്. ഭഗവാന്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ചിരിക്കുകയാണോ, ഭഗവാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ, ഭഗവാൻ സങ്കടത്തിലാണോ എന്ന് പോലും അറിയില്ല. ബ്രഹ്മത്തിന്റെ ലക്ഷണമാണത്. ഭഗവാന്റെ വാഹനമായിട്ടുള്ള നമുക്ക് പ്രപഞ്ചത്തിലെ ഭൂമിയിലെ ഏറ്റവും ചെറിയ സസ്തിനിയെ ഭഗവാൻ വാഹനമാക്കി വെച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സസ്തിനിയെ ഭഗവാൻ തന്റെ തലയാക്കി വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട് എന്നുള്ള സങ്കല്പം. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറുതിലുള്ളതും ഭഗവാനാണ്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുതിലുള്ളതും ഭഗവാനാണ്. ആ ഭഗവാന്റെ രൂപമാണ് നിങ്ങൾ ആ കാണുന്നത്. എനിക്ക് നിങ്ങളോടുള്ളൊരു അഭ്യർത്ഥന, നമ്മളാരും ചെയ്യാറില്ല. പൊതുവിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്, അദ്ദേഹം കുറെ ഭക്ഷണം കഴിക്കുന്ന ആളല്ലേ, എന്തെങ്കിലും കുറെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്തു തരും. ദയവായിട്ട് ഒരു സെർവന്റ് ആയിട്ട്, ഒരു വേലക്കാരനായിട്ട് നമ്മൾ ആരും ഭഗവാനെ കാണരുതെന്നാണ്. ഒരു കഥ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം ആരും വായിക്കും. സൂര്യകാലടി മലയുടെ കഥയായിട്ട് പറയുന്ന ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കുന്ന ഒരു കഥയാണ്. സൂര്യകാലടി മലയിലുള്ള ത്രിവേണിക്ക് ഭഗവാൻ പ്രത്യക്ഷമായിരുന്നു, ഗണപതി. അദ്ദേഹത്തിന് വിളിച്ചാൽ ഭഗവാനെ കാണാൻ